ചെലവിന് തരുന്ന കാശ് മുടങ്ങാതെ കിട്ടാൻ വേണ്ടിയാ ഞാൻ ഈ കാര്യം മറച്ചു വെച്ചത്. ഇപ്പൊ മനസ്സിലായോ അംബികെ ഞങ്ങൾ ആരാണെന്ന്? നിന്നെ ഇവനെ ഞാൻ എന്താ അവിടെ? എങ്കിലേ ചെയ്ത തെറ്റുകൾക്കെല്ലാം മാപ്പ് ചോദിച്ച് ഇവരോട് രമ്യതയിൽ പോയല്ല ഋതു. നമ്മളോട് ചെയ്ത തെറ്റുകളൊക്കെ നമുക്കങ്ങ് മറക്കാന്ന് വെക്കാം. പക്ഷെ അച്ഛനോടും അമ്മയോടും ചെയ്ത തെറ്റുകള് അങ്ങനെ മറക്കാൻ പറ്റുമോ? ഓ, അത് നേരാണല്ലോ. ആ കാര്യം ഞാൻ വിട്ടുപോയി. അവരുടെ ദാമ്പത്യ ജീവിതമല്ലേ തകർത്ത് രണ്ടുപേരെയും രണ്ട് വഴിക്കാക്കിയത്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ തുടരാം. ഋതുവിന്റെ അച്ഛനെയും അമ്മയും ഒരുമിപ്പിക്കുന്നത് വരെ നമുക്കേ ഈ ഫൈറ്റ് തുടരാം. പത്മയെയും പ്രതാപനെയും ഒരുമിപ്പിക്കണമെങ്കിലേ ഒരു പ്രധാന സാക്ഷിയുടെ ആവശ്യമുണ്ട്. ജഗന്നാഥൻ എന്നാ അയാളുടെ പേര്. അവനെ ഞാനൊരിക്കൽ തീർത്തതാ. പക്ഷേ അനന്തം പിള്ളയുടെ അതിബുദ്ധി കൊണ്ട് അവൻ ഇപ്പോഴും ജീവനുണ്ട്. ജീവനോട്? നീയൊക്കെ ജഗനെ തപ്പി ആ ഇലക്ഷൻ സമയത്ത് കുറെ നടന്നതാ. പക്ഷെ കിട്ടിയില്ല. പക്ഷേ ബുദ്ധിമാനായ എന്റെ മകനും ഞാനും കൂടി അനന്തം പിള്ളയുടെ അനുവാദത്തോടെ ആ ജഗന്നാഥനെ ഞങ്ങളുടെ കസ്റ്റഡിയിലാക്കി. ജഗന്നാഥനെ ഞങ്ങളുടെ കസ്റ്റഡിയിൽ വളരെ സുരക്ഷിതനായി ജീവിച്ചിരിക്കുന്നുണ്ട്. അവനാ വജ്രായുധം. അത് മറക്കണ്ട. ആങ്കിളപ്പോ വജ്രായുധാണല്ലേ, മനുഷ്യനല്ല? നിർത്തടി നിന്റെ കളിയാക്കല്. ദേ, അവസാനമായ ഒരു കാര്യം നിന്നോടും ഇവനോടും കൂടി പറയാ. എന്റെ മകൻ ദീപകിനോടുള്ള ക്രൂരത നിങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ ദേ ആ ജഗന്നാഥനെ അവനെ ഞാനങ്ങ് കൊല്ലും. എന്താടി? അങ്ങനെ ഇനിയും കൊല്ലോ? ആ കൊല്ലും. അവന്റെ ശരീരത്തിലെ കുറച്ച് ജീവൻ ബാക്കിയുണ്ട്. അത് ഞാനങ്ങ് അവസാനിപ്പിക്കും. രാജു, ഇവർക്ക് ഭ്രാന്ത് പിടിച്ചെന്നാ തോന്നുന്നു. എന്റെ മാഡം, ഇങ്ങനെ തട്ടിക്കൊണ്ടുപോയി അവരവരുടെ ഗോഡൌണിലിട്ടിരിക്കുന്ന ജീവികളെ അവിടെ തന്നെ ഉണ്ടോന്ന് ഇടയ്ക്കിടയ്ക്കെങ്കിലും ഒന്ന് പോയി അന്വേഷിക്കണ്ടേ? വജ്രായുധം അവിടെ തന്നെ ഉണ്ടോന്ന് ഒന്ന് അന്വേഷിക്കും മാഡം. ഒന്ന് ഫോൺ ചെയ്ത് നോക്ക്. ഹലോ മാഡം. ആ ജഗന്നാഥൻ എവിടെയാടാ? മാഡം, എന്നോട് ക്ഷമിക്കണം. ഞാൻ തല്ലുകൊണ്ട് മരണത്തോട് മല്ലിട്ട് കിടക്കുക. ആ ജഗന്നാഥനെ അവർ കൊണ്ടുപോയി. എത്ര ശ്രമിച്ചിട്ടും എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അവരെന്നെ അടിക്കുകയും ഒരുപാട് ഉപദ്രവിക്കുകയും ചെയ്തു. മാഡം ചെലവിന് തരുന്ന കാശ് മുടങ്ങാതെ കിട്ടാൻ വേണ്ടിയാ ഞാൻ ഈ കാര്യം മറച്ചു വെച്ചത്. ഇപ്പൊ മനസ്സിലായോ അംബികെ ഞങ്ങൾ ആരാണെന്ന്? നിന്നെ ഇവനെ ഞാൻ എന്താ അവിടെ? എന്താ നിങ്ങൾ തമ്മിൽ വഴക്കാണോ? ഏയ്, അമ്മായി ഞങ്ങൾ തമ്മിൽ ഓരോന്ന് സംസാരിച്ച് നിൽക്കുമായിരുന്നു. ആ പുരാണത്തിലെ ഒരു വജ്രായുധം, അതായിരുന്നു ഞങ്ങളുടെ ചർച്ചാ വിഷയം. ഓ, അതായിരുന്നോ? രജനി വന്നേ. ശരി സാർ. ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവങ്ങള് ഞങ്ങളോടൊപ്പം തന്നെയുണ്ട്. ആ ദൈവമാണ് ഞങ്ങളെ രക്ഷിക്കുന്നത്. ആ ദൈവത്തിന്റെ അനുഗ്രഹത്തോടെ ജഗന്നാഥൻ അങ്കിളിനെ ഞങ്ങൾ സംസാരിപ്പിക്കും. എൻ്റെ അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നം എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ കാത്തിരുന്നോ?
ഉം. ഫാൻ ഓണായി കിടന്നോട്ടെ. രണ്ടുപേരും കോഫി കുടിച്ചോണ്ട് ഇതൊക്കെ കാണും. എന്താ ചെറിയമ്മ ഇത്? എനിക്ക് കോഫി കൊണ്ടുവരുന്ന ഞാൻ വന്ന് എടുക്കില്ലായിരുന്നോ? പിന്നെ എന്റെ കുട്ടികൾക്ക് എനിക്ക് കോഫി കൊണ്ടു തന്നൂടെ? ദാ ഉം, ഉം. കട്ടൻ കാപ്പി, പപ്പടവട, മുറുക്ക്, കപ്പലണ്ടി ഇതൊക്കെ കഴിച്ചോണ്ട് വേണം ഇത്തരം കലാപരിപാടികളൊക്കെ കാണാൻ. ഇത്തരം കലാപരിപാടികളൊക്കെ നമുക്ക് വല്ലപ്പോഴല്ലേ കാണാൻ പറ്റൂ. ഒരു കാര്യം സത്യ, ഈ അടിച്ചു തൂപ്പ് പരിപാടിക്കൊക്കെ ഇവൻ എക്സ്പേർട്ടാ. ശരിയാ, തറയായ ഇവൻ തറ തുടയ്ക്കുന്നതില് ഭയങ്കരനാ. ആ അല്ലെങ്കിലും ആരുടെ മകനാ? പശുത്തൊഴുത്ത് ക്ലീനറായ വർമാംബികയുടെ മകനല്ലേ? വർമ്മ അംബികയോ? അംബിക വർമ്മ. മതിയടി കളിയാക്കി ചിരിച്ചത്. ഈ ചെയ്യുന്നതിനൊക്കെ നീയൊക്കെ ഇരട്ടിയായിട്ട് ദുഃഖിക്കേണ്ടി വരും. ഞങ്ങളിതൊക്കെ അവസാനിപ്പിക്കാൻ തയ്യാറാ. പക്ഷെ നിങ്ങളിത് അവസാനിപ്പിക്കില്ലല്ലോ. എന്റെ അച്ഛനോട് അമ്മയെക്കുറിച്ച് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്ന ആ കള്ളക്കഥ നിങ്ങളൊന്ന് തിരുത്തിയാ മതി. ഈ പ്രശ്നം തീർന്നു. ആ പ്രശ്നമേ അങ്ങനെയൊന്നും തീരില്ലടി. അവളെ ഞാൻ എന്റെ ആങ്ങളയുടെ ഭാര്യയായും നിന്നെ ഞാൻ പ്രതാപന്റെ മകളായും ഇതുവരെയും അംഗീകരിച്ചിട്ടില്ല. നിങ്ങൾ അംഗീകരിക്കണ്ട. അതുകൊണ്ടാണ് ഞങ്ങള് ഇത്തരം വേലകളൊക്കെ ചെയ്യുന്നത്. നിങ്ങളെ ഞങ്ങള് വെറുതെ വിടില്ല. ജയിലിൽ കിടന്ന് ഇടിയും കൊണ്ട് പൊറോട്ട അടിക്കേണ്ട ഇവൻ ഇവിടത്തെ തറ തുടയ്ക്കുന്നു. അതെ, ഒരു ചെറുപ്പക്കാരനല്ലേന്ന് കരുതി ഇവന് ഞങ്ങൾ കൊടുത്തൊരു ഔദാര്യം മാത്ര. പക്ഷേ ഇവൻ അമേരിക്കയ്ക്ക് പറക്കണോ വേണ്ടയോന്ന് ഞങ്ങള് തീരുമാനിക്കും.